വെൽക്കം ടു ഷിവാസ് റെസിപ്പീസ്. ഇന്നത്തെ റെസിപ്പി നേന്ത്രപ്പഴം പുളിശ്ശേരിയാണ്. ഇതിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം. ഇതിനായിട്ട് ഒരു ചെറിയ നേന്ത്രപ്പഴം ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നത്, 2 പച്ചമുളക് നെടുകെ കീറിയതുമാണ്. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് അല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റി കൊടുക്കാം. അതിലേക്ക് നെടുകെ കീറിയ 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റി അടച്ചു വെച്ച് വേവിക്കാം. ഇതിൻ്റെ അരപ്പിനായിട്ട് 1/4 മുറി തേങ്ങ തിരുമിയതും 3-4 ചെറിയ ഉള്ളിയും ഇഞ്ചിയുമാണ് എടുത്തിരിക്കുന്നത്. മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾ, ഇത്രയും ചേർത്ത് നന്നായി അരച്ചെടുക്കാം. അരപ്പ് വേവിച്ച് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം അരപ്പ് ചേർത്ത് വഴറ്റി കൊടുക്കാൻ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കാനായിട്ട് ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ ഉലുവയാണ്, ചെറിയ ടീസ്പൂണിന് 1/4 ടീസ്പൂൺ ഉലുവയാണ് ചേർത്തിരിക്കുന്നത്. നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. 2 വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത്. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കടുക് താളിച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർക്കാം. വേണമെങ്കിൽ അല്പം പഞ്ചസാരയോ അല്പം ശർക്കരപ്പാനിയോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നേന്ത്രപ്പഴം പുളിശ്ശേരി തയ്യാറായി. താങ്ക് യു ഫോർ വാച്ചിങ്.